ഭയങ്കരമായിരിക്കുകയാണ് പ്രിയദർശിനി. സംസ്ഥാനത്തെ സാധാരണക്കാരായ വനിതകൾക്കും ട്രാൻസ്ജെൻഡർ വിഭാഗങ്ങൾക്കും വലിയ ആശ്വാസമേകി സർക്കാർ പ്രഖ്യാപിച്ച പ്രിയദർശിനി സൗജന്യ യാത്രാ പദ്ധതിക്ക് ചരിത്രപരമായ തുടക്കം കുറിച്ചിരിക്കുകയാണ്. കേരളത്തിലെ താഴ്ന്ന വരുമാനക്കാരായവർ, അതുപോലെ വരുമാനം തീരെയില്ലാത്തവർ, ഈ വിഭാഗത്തിലെ സ്ത്രീകളുടെ മൊബിലിറ്റി ഫ്രീഡം എന്ന വലിയൊരു ആശയം നടപ്പാക്കുന്ന ആദ്യത്തെ ചുവടുവയ്പായിട്ടാണ് ഈ പദ്ധതിയെ കാണാൻ സാധിക്കുക. ദിവസം 300-400 രൂപ വേതനം ലഭിക്കുന്ന വിവിധ ഷോപ്പുകളിലും ചെറുകിട ഷോറൂമുകളിലും ജോലി ചെയ്യാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ബസ് യാത്രക്കായി 100 രൂപ വരെ ചിലവഴിക്കുന്ന ലക്ഷക്കണക്കിന് സ്ത്രീകളുള്ള നാടാണ് കേരളം. അവർക്ക് ഈ സൗജന്യ യാത്ര ലഭ്യമാക്കുന്ന ആശ്വാസം ചില്ലറയല്ല. തൊഴിലില്ലാത്തവരായ വനിതകൾക്ക് അതിലേറെ വ്യക്തി സ്വാതന്ത്ര്യത്തിനുള്ള സർക്കാരിന്റെ ഒരു ചീട്ടാണ് ഈ സൗജന്യ യാത്രാ വാഗ്ദാനമെന്ന് പറയാൻ കഴിയും. അതുകൊണ്ട് ആദ്യ ദിനത്തിൽ തന്നെ ഈ പദ്ധതി ജനങ്ങൾ ഹൃദയത്തിലേറ്റി കഴിഞ്ഞതിന് തെളിവാണ് KSRTC ബസ്സുകളിൽ ദൃശ്യമായ അഭൂതപൂർവമായ ജനത്തിരക്ക്. കേരളത്തിന്റെ സാമൂഹിക ചരിത്രത്തിൽ തന്നെ നാഴികക്കല്ലാകാൻ പോകുന്ന ഈ സുപ്രധാന പദ്ധതിക്ക് സംസ്ഥാന സർക്കാർ തുടക്കം കുറിച്ചതോടെ കേരളത്തിലെ പൊതുനിരത്തുകൾ ഇനി സ്ത്രീ സൗഹാർദ്ദ യാത്രകളുടെ പുതിയൊരു അധ്യായത്തിന് സാക്ഷ്യം വഹിക്കുകയാണ്. ഉദ്ഘാടന ദിവസം തന്നെ ലക്ഷക്കണക്കിന് യാത്രികർ ഈ സൗകര്യം പ്രയോജനപ്പെടുത്തിയത് പദ്ധതിയുടെ അത്യുജ്വല വിജയത്തെയും ഭാവിയിലെ വലിയ സാധ്യതകളെയുമാണ് വിരൽ ചൂണ്ടുന്നത്. കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം തമ്പാനൂരിലെ KSRTC കോംപ്ലക്സിൽ നടന്ന പ്രൗഢഗംഭീരമായ ചടങ്ങിൽ മുഖ്യമന്ത്രി VD സതീശൻ പദ്ധതിക്ക് ഔദ്യോഗികമായി ഡബിൾ ബെല്ല് അടിച്ചതോടെയാണ് പ്രിയദർശിനി സൗജന്യ യാത്രാ പദ്ധതിക്ക് സംസ്ഥാനത്ത് തുടക്കമായത്. പദ്ധതി നിലവിൽ വന്ന ആദ്യ ദിനത്തിൽ തന്നെ കേരളത്തിലെ സ്ത്രീ സമൂഹം ഈ സൗകര്യത്തെ വലിയ ആവേശത്തോടെയാണ് വരവേറ്റത്. ബസ്സുകളിലെല്ലാം സ്ത്രീ യാത്രക്കാരുടെ വൻ തിരക്കാണ് അനുഭവപ്പെട്ടത്. ജോലിക്ക് പോകുന്നവർ, വിദ്യാർത്ഥിനികൾ, സാധാരണക്കാരായ വീട്ടമ്മമാർ തുടങ്ങി ജീവിതത്തിന്റെ വിവിധ തുറകളിലുള്ള ലക്ഷക്കണക്കിന് സ്ത്രീകൾ ആദ്യ ദിനത്തിലെ യാത്ര വലിയ ആഘോഷമാക്കി മാറ്റി. ആദ്യ ദിനത്തിലെ യാത്രാ കണക്കുകൾ പരിശോധിക്കുമ്പോൾ KSRTC ഓർഡിനറി ബസ്സുകളിൽ സ്ത്രീ യാത്രക്കാരുടെ എണ്ണത്തിൽ വൻ വർധനവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. കഴിഞ്ഞ തിങ്കളാഴ്ചയുമായി താരതമ്യം ചെയ്യുമ്പോൾ സ്ത്രീ യാത്രികരുടെ എണ്ണം ഏതാണ്ട് ഇരട്ടിയായി വർദ്ധിച്ചുവെന്നത് ഈ പദ്ധതിയുടെ വലിയ സ്വീകാര്യത വ്യക്തമാക്കുന്നുണ്ട്. മുൻ തിങ്കളാഴ്ച സംസ്ഥാനത്തെ ഓർഡിനറി ബസ്സുകളിൽ 7,34,693 സ്ത്രീകൾ യാത്ര ചെയ്ത സ്ഥാനത്ത് പദ്ധതിയുടെ ആദ്യ ദിനമായ ഇന്നലെ അത് 13,29,938 ഉയരുകയുണ്ടായി. അതായത് ഏതാണ്ട് 7 ലക്ഷത്തിൽ നിന്ന് 14 ലക്ഷത്തിലേക്ക് സ്ത്രീ യാത്രികരുടെ എണ്ണത്തിൽ പെട്ടെന്നൊരു മാറ്റം സംഭവിക്കുകയുണ്ടായി. മുൻപത്തെ ആഴ്ചയെ അപേക്ഷിച്ച് 5,95,245 സ്ത്രീകളാണ് ഇന്നലെ മാത്രം KSRTC ഓർഡിനറി ബസ്സുകളിൽ അധികമായി യാത്ര ചെയ്തത്. ഈ കണക്കുകൾ സൂചിപ്പിക്കുന്നത് സാധാരണക്കാരായ സ്ത്രീകളുടെ യാത്രാ രീതികളിൽ ഈ പദ്ധതി എത്രത്തോളം വലിയ സ്വാധീനമാണ് ചെലുത്തുന്നത് എന്നാണ്. ഇത്രയും വലിയ ജനപങ്കാളിത്തമുണ്ടായ ആദ്യ ദിനത്തിൽ സ്ത്രീകളുടെ ടിക്കറ്റ് ഇനത്തിൽ മാത്രം 2,20,49,159 രൂപയാണ് KSRTC കണക്കാക്കിയിരിക്കുന്നത്. വലിയൊരു തുക ടിക്കറ്റ് ഇനത്തിൽ വേണ്ടെന്ന് വെച്ചാണ് സർക്കാർ ഈ ജനക്ഷേമ പദ്ധതി നടപ്പിലാക്കുന്നതെങ്കിലും ഇത് സ്ത്രീകളുടെ സാമ്പത്തിക ഭദ്രതയ്ക്കും സാമൂഹിക മുന്നേറ്റത്തിനും നൽകുന്ന സംഭാവന വളരെ വലുതാണ്. നിത്യേന യാത്രക്കായി വലിയൊരു തുക മാറ്റിവെക്കേണ്ടി വന്നിരുന്ന സാധാരണക്കാരായ സ്ത്രീകൾക്കും കുടുംബങ്ങൾക്കും ഈ പദ്ധതി വലിയൊരു സാമ്പത്തിക ആശ്വാസമായി മാറുമെന്നതിൽ തർക്കമില്ല. കൂടാതെ സ്ത്രീകളുടെ സുരക്ഷിതത്വവും യാത്രാ സൗകര്യവും ഉറപ്പുവരുത്തുന്നതിനോടൊപ്പം തന്നെ പൊതുഗതാഗത സംവിധാനം കൂടുതൽ ജനകീയമാക്കാൻ ഈ പദ്ധതിക്ക് സാധിക്കുമെന്നാണ് സർക്കാർ പ്രതീക്ഷിക്കുന്നത്. പ്രിയദർശിനി എന്ന പേര് അന്വർത്ഥമാക്കും വിധം കേരളത്തിലെ സ്ത്രീകളുടെ പ്രിയപ്പെട്ട യാത്രാ പദ്ധതിയായി ഇത് മാറിക്കഴിഞ്ഞു.